കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിലാണ് വിമാനമെത്തിയത്. തുടർന്ന് 23 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോയി. കുവൈറ്റിലെ മാംഗഫിൽ NBTC കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളടക്കമുള്ളവരുടെ മൃതദേഹങ്ങളാണ് വെള്ളിയാഴ്ച രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, MP മാർ, MLA മാർ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നു. വൻ ജനാവലിയും അന്തിമോപചാരമർപ്പിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. തുടർന്ന് 23 മലയാളികളുടെ മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ വീടുകളിലേക്ക് എത്തിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ജില്ലാ അതിർത്തിയായ ഇടിഞ്ഞിലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. പന്തളം ഐരാണിക്കുഴി ശോഭാലയത്തിൽ ആകാശ് S നായർ, നിരണം സ്വദേശി മാത്യു ജോർജ്, കോന്നി സ്വദേശി സജു വർഗീസ്, വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ നായർ, തിരുവല്ല പെരിങ്ങര മേപ്രാൽ മരോട്ടിമൂട്ടിൽ ചിറയിൽ തോമസ് C ഉമ്മൻ, മല്ലപ്പള്ളി തേവരോട്ട് സിബിൻ T എബ്രഹാം എന്നിവരാണ് മരിച്ച പത്തനംതിട്ട സ്വദേശികൾ. അപകടത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി എന്നിവരുടെ വീടുകൾ മന്ത്രി VN വാസവൻ സന്ദർശിച്ചു. പായിപ്പാട് കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസിന്റെയും ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ ശ്രീഹരി പ്രദീപിന്റെയും മൃതദേഹങ്ങൾ 3 മണിയോടെയാണ് നാട്ടിലെത്തിച്ചത്. ശ്രീഹരിയുടെ മൃതദേഹം തുരുത്തി സെന്റ് ജൂഡ് മിഷൻ ഹോസ്പിറ്റൽ മോർച്ചറിയിലും ഷിബുവിന്റെ മൃതദേഹം തിരുവല്ല പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി തുടങ്ങി നിരവധി പ്രമുഖരും ആശുപത്രിയിലെത്തിയിരുന്നു. ഷിബു വർഗീസിന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടക്കും. ശ്രീഹരിയുടെ ഭൗതിക ശരീരം ഞായറാഴ്ച രാവിലെ 9 മുതൽ ഇളങ്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞ് 2-നാണ് സംസ്കാരം. ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരുന്ന പുളുങ്ങുന്നിലെ ജങ്കാർ സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. പുളുങ്ങുന്ന വികസന പൗരസമിതിയും സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയും സംയുക്തമായി ജങ്കാർ കടവിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പുളുങ്ങുന്ന ജങ്കാർ കടവിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പരിപാടി SNDP യോഗം കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന ജങ്കാർ സർവീസ് സ്വകാര്യവൽക്കരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അടിയന്തരമായി സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടി PWD സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതാണ്ട് 48 ലക്ഷം രൂപ ഒരു വർഷം ചിലവാകും. അതിനുള്ള ജനങ്ങൾ ഇവിടെ ഇല്ല, അതിന് യാത്ര ചെയ്യുവാനുള്ള ആൾക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർവീസ് ഏതാണ്ട് 96-ൽ ആരംഭിച്ച ഈ സർവീസ് നിർത്തലാക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. കാലാകാലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ കയറിക്കൂടിയിരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ജനക്ഷേമകരമായിട്ടുള്ള ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികളെ അട്ടിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന നടപടി അതൊരിക്കലും ഗുണകരമായ ഒരു പ്രവൃത്തിയല്ല. അത്തരത്തില് ഒരു സർവീസ് ഇവിടെ നിർത്തിവെക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും പൂർണ്ണമായി പ്രതിഷേധിക്കുവാൻ പുളുങ്ങുന്നിലെ ആകമാനം ജനങ്ങളും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമായി നിന്നുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒക്കെ നിന്നുകൊണ്ട് ഈ നാടിന്റെ ഒരു വലിയ ആശ്രയമായി മാറിയിട്ടുള്ള ഈ ജങ്കാർ സർവീസ് ഇത് പുനരാരംഭിക്കണമെന്ന ആവശ്യമുണ്ട്. ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ആവിഷ്കരിക്കണം. പ്രതിഷേധ യോഗത്തിൽ പുളുങ്ങുന്നു വികസന പൗരസമിതി പ്രസിഡന്റ് അലക്സ് മാത്യു അധ്യക്ഷനായിരുന്നു. ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് സെക്രട്ടറി PR സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോൺ C ടിറ്റോ, ബാബു വടക്കേക്കളം, നെൽകർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളുങ്ങുന്ന, നന്ദനൻ വലിയ പറമ്പ്, ബിജു സേവ്യർ, ഷാരോൺ ടിറ്റോ, ടോജോ അട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയിൽ ടാക്സി കാറുകൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. KSRTC ബസ് സ്റ്റേഷന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകളാണ് ആക്രമിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തെക്കനാര്യാട് അവലൂക്കുന്ന് കണ്ടത്തിൽ വീട്ടിൽ അനീഷിന്റെ ഇന്നോവയും തെക്കനാര്യാട് മുപ്പശ്ശേരി വീട്ടിൽ സജിമോന്റെ എർട്ടിക കാറുമാണ് ആക്രമിക്കപ്പെട്ടത്.
ഇന്നോവയുടെ മുൻവശത്തെയും പിന്നിലെയും സൈഡിലെയും ചില്ലുകൾ കല്ലിനിടിച്ച് തകർത്ത നിലയിലാണ്. എർട്ടിഗയുടെ പിൻഭാഗവും കല്ലിന് കുത്തിപ്പൊട്ടിച്ച നിലയിലാണ്. 2 വാഹനങ്ങൾക്കുമായി 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. ഇത് സംബന്ധിച്ച് വാഹന ഉടമകൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആക്രമണത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യ പ്രവർത്തനം തടയുന്നതിനായി പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വൈരാഗ്യത്താലാണ് ആക്രമണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. CITU, BMS, INTUC ഭാരവാഹികളായ റജീബ് അലി, കണ്ണൻ, അനസ്, സുനിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇത് ഏതാണ്ട് മനഃപൂർവ്വം ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. ഇവിടെ ഇപ്പോൾ ഇതുണ്ടാകാനുള്ള കാര്യം ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ വേറെ പല അനാശാസ്യത്തിനും പലരും ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ബഹുമാനപ്പെട്ട പുതിയ DYSP വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്ന് ഇവരെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടന്നു. അപ്പൊ ഇവരെ കാണാൻ വരുന്ന ചില ആൾക്കാരുടെ വിളയാട്ടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പേയും കഴിഞ്ഞ ദിവസം ഒരു മിറർ വന്ന് വളച്ചൊടിച്ചു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുമ്പോഴും പോലീസ് കൃത്യമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായുള്ളൊരു വൈരാഗ്യം കൂടിയാണ്. ഈ ക്രിമിനലുകൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതുതായി ഒരുക്കിയ പക്ഷാഘാത തീവ്ര പരിചരണ യൂണിറ്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷാഘാതം നേരിടുന്ന അടിയന്തര സ്വഭാവമുള്ള രോഗികൾക്കുള്ള സൗകര്യങ്ങളും ഉപകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അനാഥരായ രോഗികൾക്ക് സഹായമായി ഡ്രസ് ബാങ്കും ആശുപത്രിയിൽ ആരംഭിച്ചു. ഡ്രസ്സുകൾ ഇവിടെ ശേഖരിക്കും. ആവശ്യക്കാർക്ക് അതത് സമയത്ത് ആശുപത്രി ജീവനക്കാർ ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്ന സൗകര്യമാണിത്. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങന്നൂരിന് സമീപം കുട്ടികളുമായി പോയ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. രാവിലെ ഉണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കില്ല. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ചെങ്ങന്നൂർ ആലായിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 8:45ഓടെയാണ് അപകടമുണ്ടായത്. മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് കത്തിയത്. മുൻവശത്തു നിന്ന് ചെറുതായി പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ബസ് നിർത്തി കുട്ടികളെ പുറത്തിറക്കിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഓടിക്കൂടി നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാർ ചെങ്ങന്നൂർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചെങ്കിലും മടത്തുംപടിയിൽ നിന്ന് ആലായിലേക്കുള്ള റോഡിലെ ലെവൽ ക്രോസ് അടഞ്ഞുകിടന്നതിനാൽ സംഘമെത്താൻ വൈകിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഈ ഭാഗത്ത് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാണ്. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ മൃഗസംരക്ഷണ മേഖല സംരംഭ യൂണിറ്റുകൾക്ക് വായ്പകൾ വിതരണം ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിൽ നൂതന പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച 12 ചെറുകിട യൂണിറ്റുകൾക്കുള്ള വായ്പാ വിതരണമാണ് നടന്നത്. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധപ്പെട്ടാണെങ്കിലും ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാ മേഖലയിലും കൈവച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്, ഒരു സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. അതിൽ നമ്മൾക്കിപ്പോൾ ഈ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് 12 പേർക്കാണ് നമുക്കിതിൻ്റെ ഒരു ലോൺ നൽകുന്നത്. അത് കൊണ്ട് നമ്മൾക്കൊരു 50,000 രൂപ കിട്ടിയാൽ നമ്മളുടെ എല്ലാ മനസ്സിലിരിക്കുന്ന ഒരാശയം എന്താണെന്ന് പറയാം, നമ്മൾ ആർക്കെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കാനുണ്ടോ, നമ്മൾ കൃത്യമായി നമ്മുടെ ആ കടം അങ്ങ് വീടാവുന്ന, അല്ലെ പലിശ 10 രൂപയ്ക്ക് എടുത്തിരിക്കുന്നതാണ് അതങ്ങ് വീടാവുന്നു വരും. പക്ഷെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് പലപ്പോഴും സാധിക്കാത്തത് നമ്മൾക്ക് നൽകുന്ന പൈസ നമ്മൾ പല രീതിയിൽ ചെലവാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കാത്തത്. അത് നമുക്കൊരു 500 രൂപയുടെ ഒരു കച്ചവടം തുടങ്ങിയാൽ അതിനകത്ത് 10 രൂപ ലാഭം കിട്ടിയാൽ ആ 10 രൂപ ലാഭത്തിനെക്കാളുള്ള 250 രൂപ നമ്മൾ വേറെ ആവശ്യത്തിന് ചെലവാക്കുന്നത് കൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പോരായ്മ. CDS ചെയർപേഴ്സൺ രമ്യ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ആശ മനോജ്, KS വിനീഷ്, സഞ്ജു ബിനോജ്, പഞ്ചായത്ത് അംഗങ്ങൾ, CDS മെമ്പർ സെക്രട്ടറി J അഞ്ജലി, കൺവീനർ രാധാമണി എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭ പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇനത്തിൽ CDSന് അനുവദിച്ച 6 ലക്ഷം രൂപയാണ് വായ്പയായി 12 യൂണിറ്റുകൾക്ക് വിതരണം ചെയ്തത്. പാൽ, മുട്ട തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളാണ് ആരംഭിച്ചിട്ടുള്ളത്.
മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെയും സർവീസ് റോഡുകളുടെയും അറ്റകുറ്റപ്രവർത്തികൾ നടക്കുന്നതിനാൽ പാലത്തിലൂടെയുള്ള ഗതാഗതം ജൂൺ 15 മുതൽ ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി തകഴി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. SNDP വണ്ടാനം നീർക്കുന്നം 245 നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖാംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ശാഖാ അങ്കണത്തിൽ നടന്ന മെറിറ്റ് ഈവനിംഗ് SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് M. കുഞ്ഞുമോൻ അധ്യക്ഷനായിരുന്നു. SNDP അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN. പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണവും അവാർഡ് വിതരണവും നിർവഹിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് തലങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. എൻ്റെ വിദ്യാർത്ഥിനികൾ, നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഇന്നിപ്പോൾ കോളേജ് തലങ്ങളിൽ, ഡിഗ്രി തലങ്ങളിൽ, അതോടൊപ്പം തന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ പഠനം തുടരുന്നു. ഇവിടുന്ന് മാറി ചിലപ്പോൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ, വിദേശങ്ങളിലേക്ക് തന്നെ പഠനം മാറ്റുന്നവൻ കഴിയുന്ന ഒരവസ്ഥയിൽ നന്നായി പഠിക്കുന്നവർക്ക് അനന്തമായ സാധ്യതകളാണെന്ന് ലോകത്തുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 30,000-ഓളം വിദ്യാർത്ഥികൾ ഓരോ വർഷം വിദേശത്ത് പഠിക്കുന്നു. ഈ അവസരത്തെ അത് നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു പ്രയത്നമായിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. യൂണിയൻ കൗൺസിലർ G. രാജേഷ് നോട്ട് ബുക്കുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം K. ശൈലേന്ദ്രൻ, യൂണിയൻ വിദ്യാഭ്യാസ കമ്മിറ്റി അംഗം അനിൽ വെള്ളൂർ, ശ്രീനാരായണ പെൻഷനേഴ്സ് തെക്കൻ മേഖലാ കൺവീനർ C. മുരളീധരൻ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വിഷ്ണു സുരേന്ദ്രൻ, വനിതാ സംഘം സെക്രട്ടറി ജെമിനി, സംരക്ഷണ സമിതി കൺവീനർ സന്തോഷ് സന്നിധി, ശാഖായോഗം സെക്രട്ടറി B. ഷാജി, വൈസ് പ്രസിഡന്റ് N. ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ചങ്ങനാശ്ശേരി മണ്ഡലം കൺവെൻഷനും ബക്രീദ് കിറ്റ് വിതരണവും നടന്നു. ലീഗ് ഹൗസിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CM റഹ്മത്തുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബക്രീദ് ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി റഫീഖ് മണിമല നിർവഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം KN. മുഹമ്മദ് സിയ മുഖ്യപ്രഭാഷണം നടത്തി. UDF സെക്രട്ടറി ഷൈനു അഷ്റഫ്, MSF സംസ്ഥാന സെക്രട്ടറി ബിലാൽ റഷീദ്, നാഷണൽ കൗൺസിൽ മെമ്പർ ഹസൻ ലാൽ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ അസീസ് കുമാരനല്ലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം പത്താണി, റിലീഫ് കമ്മിറ്റി ചെയർമാൻ BA റഹ്മാൻ, കൺവീനർ ഷാജി ആലുങ്കൽ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. 350 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് നൽകിയത്. ഈ കിറ്റുകൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഇവിടെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റികളും അതിൻ്റെ മുനിസിപ്പൽ ടൗൺ കമ്മിറ്റികളും മറ്റ് ശാഖാ കമ്മിറ്റികളൊക്കെ വളരെ സജീവമായി രംഗത്ത് വരികയും അവരിത് അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമായിരുന്നു. ആരെയും കൊണ്ടുവന്ന് കൈനീട്ടി ഇവിടെ വന്ന് വാങ്ങിക്കാനുള്ള സഹായം ഉണ്ടാക്കാതെ ഈ കിറ്റുകളൊക്കെ അതാത് വീടുകളിൽ എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടതായ സഹായം ചെയ്യുന്ന സംവിധാനമാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പിയായൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ജലതരംഗം പദ്ധതിക്ക് തുടക്കമായി. നദികളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിച്ച് നീരൊഴുക്ക് ശക്തമാക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിന് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ഹിമാലയ ഭാരത് സേവാ ആശ്രമം മഠാധിപതി സ്വാമി വിശ്വനാഥ് ജി മഹാരാജ് നിർവഹിച്ചു. ആൻഡപ്പൻ അമ്പിയായൻ സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ അധ്യക്ഷനായിരുന്നു. 3 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് നിന്നും മൺകുടത്തിൽ ശേഖരിച്ച ജലം ആൻഡപ്പൻ അമ്പിയായം സ്മാരകമായ തലവടിയിലെ മഴമിത്രത്തിലെത്തിക്കും. തുടർന്ന് ഇത് എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിക്കടവിലെ പമ്പാ നദിയിൽ ഒഴുക്കുമെന്ന് സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള പറഞ്ഞു. ചടങ്ങിൽ K. ജയചന്ദ്രൻ, K. തങ്കച്ചൻ, വിൻസെന്റ് K. ജോസഫ്, വിഷ്ണു ഗോപി, കാർത്തിക് മുണ്ട എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി 1225 വർഷം പഴക്കമുള്ള ചിത്തരാൽ ജെയിൻ ക്ഷേത്രത്തിൽ പ്രവർത്തകർ വൃക്ഷത്തൈ നട്ടു. കന്യാകുമാരിയിലെ ചരിത്രപ്രസിദ്ധമായ 2000-ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരു വൃക്ഷത്തൈ നട്ട് ഈ യാത്രയുടെ ഭാഗമായി സമർപ്പിക്കുകയാണ്.
കാവാലം കുന്നുമ്മ ശ്രീ വിശ്വകർമ്മ ദേവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രവാസി വ്യവസായി റെജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഇവിടെ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും നമ്മളെപ്പോഴും വന്ന് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ പള്ളിയിലോ ഹിന്ദു ആണെങ്കിൽ അമ്പലത്തിലോ പോയി അവിടെ ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തെ വിളിച്ചു ദൈവാനുഗ്രഹം ചോദിച്ച് ആ സമാധാനത്തോടെ അവൻ്റെ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ച് തിരികെ വന്ന് അവൻ്റെ വീട്ടിൽ സമാധാനമായിട്ടിരിക്കുന്ന സമയം നമുക്കറിയാം. അത് ഏതൊരു മനുഷ്യനും എപ്പോഴും സമാധാനം കിട്ടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും രാവിലെ കുളിച്ചൊരുങ്ങി ഒരു അമ്പലത്തിൽ പോയി എന്ത് രസമാണ് അത് കാണാൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ അതിരാവിലെ ഇറങ്ങുമ്പോൾ ഒരു അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നത് കാണാൻ വളരെ ഐശ്വര്യമാണ്. അത് നമ്മുടെ പഴയ കാലം പറഞ്ഞുകൊണ്ട് അങ്ങനെ കണി കണ്ടിട്ട് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ വളരെ ഒരു ഐശ്വര്യമായിട്ട് അത് തോന്നിയിട്ടുണ്ട് നമുക്ക്. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് ചേർന്ന സമ്മേളനത്തിൽ വിശ്വകർമ്മ ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് ഷൺമുഖൻ ആചാരി അധ്യക്ഷനായി. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BJ ജോഷി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടിനു കുര്യൻ, സന്ധ്യ രാജപ്പൻ, BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് G മഠത്തിൽ, KPMS കുന്നുമ്മ ബ്രാഞ്ച് സെക്രട്ടറി CV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6-നും 8-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ ആചാര്യ സുനിൽ മഹാദേവിന്റെയും മേൽശാന്തി അജേഷ് S ആചാര്യയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവത് പ്രതിഷ്ഠ, അഷ്ടബന്ധ കലശാഭിഷേകം, യോഗീശ്വര സ്വാമി പ്രതിഷ്ഠ എന്നിവ നടന്നു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ചമ്പക്കുളം കനാൽ ജെട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ പാലത്തിലൂടെയുള്ള ഗതാഗതം ജൂൺ 14 മുതൽ ഭാഗികമായി നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആലപ്പുഴ വയലാർ ഗവൺമെന്റ് ITIയിൽ 2024 വർഷത്തിലെ പ്രവേശനത്തിനുള്ള അപേക്ഷ ഓൺലൈനായി iti.admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ജൂൺ 29 വരെ നൽകാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ ഓൺലൈൻ പ്രിന്റൌട്ടും അസൽ രേഖകളും ജൂലൈ 6-നകം തൊട്ടടുത്ത ഗവൺമെന്റ് ITIയിൽ വെരിഫിക്കേഷനായി നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0478 28 130 35 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ വാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കലുമായി ബന്ധപ്പെട്ട് ജൂൺ 6-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങളും അപേക്ഷകളും ജൂൺ 21 വൈകുന്നേരം 5 മണിവരെ ബന്ധപ്പെട്ട ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകാം. ആക്ഷേപങ്ങളിലും അപേക്ഷകളിലും ജൂൺ 29-നകം ഓഫീസർമാർ തുടർ നടപടി സ്വീകരിച്ച് അപ്ഡേഷൻ പൂർത്തിയാക്കും. അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-ന് പ്രസിദ്ധീകരിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.